ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ മുളക് കറിയും വളരെ ഔഷധ ഗുണമുള്ളതും ഒട്ടും എണ്ണ ചേർക്കാത്ത പയറില തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനു വേണ്ടി 1 കിലോ നുറുക്ക് മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, കുടംപുളി, പുളി ജ്യൂസ്. ആദ്യം തക്കാളി മിക്സിയിൽ നന്നായി ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കുടംപുളി, പുളി ജ്യൂസ് ഇവയെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് തിളപ്പിക്കാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. കറി ഏകദേശം കുറുകി വരുമ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓരോ മീനിൻ്റെ വേവിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഇതേവിടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഇത് വളരെ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പയർ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇല പൊട്ടിച്ചതിന് ശേഷം നന്നായി കഴുകി വെള്ളം കളയാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഇവിടെ പയറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ 3 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പയറിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഉണക്കമുളക് ആദ്യം വറുത്തെടുക്കണം. മുളകൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. ഗ്രൈൻഡറിൽ കുറച്ച് ചുവന്നുള്ളി, നമ്മൾ വറുത്തെടുത്ത മുളക്, പാകത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അത്യാവശ്യം തേങ്ങ വേണം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയായി. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഇത് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പയറിൻ്റെ ഇലയിൽ നിന്ന് തന്നെ വെള്ളം നന്നായി വരുന്നതാണ്. കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഇത് കൈ കൊണ്ട് ചീകി എടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പയറില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പയറിൽ തോരനും മുളക് കറി നല്ല കോമ്പിനേഷനാണ്, വളരെ ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.